ഡോക്ടർ, ക്ഷീണം, തടി വെക്കുക ഇതൊക്കെയാണല്ലോ പൊതുവെ തൈറോയ്ഡ് രോഗികൾ നോട്ടീസ് ചെയ്യുന്ന സിംറ്റംസ്. ഇതല്ലാതെ അവർ ശ്രദ്ധിക്കാതെ പോകുന്ന എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? അർച്ചന ഇപ്പൊ പറഞ്ഞത് തൈറോയ്ഡ് രോഗത്തിലെ ഒരു ടൈപ്പിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്, അതായത് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്നാൽ അതല്ലാതെ ഇതിന്റെ നേരെ വിപരീത സ്വഭാവമുള്ള ഒരു ടൈപ്പ് കൂടെ ഉണ്ട് തൈറോയ്ഡ് രോഗത്തിൽ. അത് ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് നമ്മൾ പറയാം. ഹൈപ്പർ തൈറോയിഡിസത്തിലും ആളുകൾ എത്ര ഭക്ഷണം കഴിച്ചാൽ പോലും അവർ മെലിഞ്ഞു വരികയാണ് ചെയ്യാം. ഇനി നേരത്തെ ചോദിച്ച ഹൈപ്പോ തൈറോയിഡിസത്തില് നമ്മൾ ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിപ്രഷൻ എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ അടുത്ത ആളുകൾ പറയുന്നത് അവർക്ക് വെറുതെ വിഷമം വരിക, അവർക്കൊന്നും ചെയ്യാനുള്ള ഒരു ഉന്മേഷമില്ല, ബോറടിക്കുക എപ്പോഴും, ആ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുക. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവാം, കോൺസെൻട്രേഷനിൽ പ്രയാസം ഉണ്ടാകാം, ചിലപ്പോൾ സ്കിന്നിന് ഡ്രൈനെസ് വരാം, നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കണ്ണിന് ചുറ്റും നീർ കെട്ടുന്ന സാഹചര്യം, അതുപോലെ തന്നെ മുഖത്ത് നീര് വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ജലദോഷം ഒന്നും ഇല്ലെങ്കിൽ പോലും ഒച്ചയടപ്പ് പോലെയുള്ള സാധ്യതകൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴും ആളുകൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കൈയും കാലും തണുപ്പ് അനുഭവപ്പെടുക എന്നുള്ളത്. ഇപ്പൊ ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടും. ഇതെല്ലാം തന്നെ ആളുകൾ പലപ്പോഴും മിസ് ചെയ്യുന്നത്, എന്നാൽ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ പെട്ടതാണ്.